വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ വാതിൽ പൂട്ടുമ്പോൾ അമ്മയെ കളിക്കല്ലേ അങ്ങോട്ട് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ സത്യഭാമയോടാണ് അവൻ്റെ ഒരു കളി. നിന്നെ പോകില്ല എന്ന് തീരുമാനിച്ചത്, വിടില്ല എന്ന് തീരുമാനിച്ചത് ഭാമയാണെങ്കിൽ നിന്നെ വിടാതിരിക്കാനും എനിക്കറിയാം. അടങ്ങി അവിടെ കിടക്കട. നീ എത്ര അലറി അങ്ങോട്ട് വിളിച്ചാലും നിന്നെ തുറന്നു വിടാനായിട്ട് പോകുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ചെയ്യുന്ന അങ്ങോട്ട് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി എന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ കൂളായിട്ട് അങ്ങ് ലോക്ക് ചെയ്തുകൊണ്ട് താക്കോലും മൂട്ടിക്കൊണ്ട് താഴേക്ക് പോകുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ കതവിലിട്ട് ഇടിക്കുകയും എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതേസമയം സത്യയാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ സ്കൂൾ വാനിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അമ്മ വരുന്നുണ്ടോ, ബിഗ് ഫ്രണ്ട് വരുന്നുണ്ടോ, പപ്പി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. ഈ സമയത്ത് രോഹിത്ത് പപ്പിയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഇങ്ങനെ വെളിയിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് മോളെ ആരെയാ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും അച്ഛന്മാരൊക്കെ എത്തി. എൻ്റെ അച്ഛനും വന്നില്ല, അമ്മയും വന്നില്ല, അമ്മ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സമയത്ത് ഇവിടെ എത്തിയല്ലേ ഒക്കൂ എന്നും പറഞ്ഞ് കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം മോള് വിഷമിക്കേണ്ട, എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാമെന്നിങ്ങനെ രോഹിത്ത് പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട് ബിഗ് ഫ്രണ്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, വരുമെന്ന് പറയുന്നുണ്ട്. രോഹിത്തും പപ്പിയും പറയുകയാണ്. അന്നേരം സമ്മതിച്ചതല്ലേ, പിന്നെന്താ, എന്തെങ്കിലും മാറ്റം വന്നോ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ ഇല്ല വരും, വരുന്ന സമയത്ത് എന്തെങ്കിലും നീ വരുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കിൽ പെട്ടതാണെങ്കിലോ എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് വരുന്നതെന്ന് പറയുമ്പോൾ വരുമെന്ന് പറഞ്ഞ് കുട്ടിയും രോഹിത്തും ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് ആ മത്സരം നടക്കുന്ന അങ്ങോട്ടത്തേക്ക് പോകാം, വരുമ്പോൾ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ സത്യയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് രോഹിതാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തായി കാര്യങ്ങൾ, എത്തില്ലേ എന്നൊക്കെ, ബ്രോ എത്തില്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങാനായിട്ട് തുടങ്ങിയായിരുന്നു, അമ്മയാണെങ്കിൽ എന്നെ ലോക്ക് ചെയ്തിട്ട് താക്കോലും കൈവച്ചുകൊണ്ട് നടക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ സത്യ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും അച്ഛന്മാരെത്തിയെന്നും പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. ശാലിനി ഇതുവരെ എത്തിയിട്ടില്ല, വിഷ്ണു ബ്രോ വരുമെന്നുള്ള ആകെ ഒരു വിശ്വാസത്തിലാണ്, വന്നില്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സ് തകർന്നു പോവും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ എത്തും, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ എത്തും, സത്യമോളെ ഞാൻ വിഷമിപ്പിക്കില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നു. അന്നേരം പിന്നെ രോഹിത് വീണ്ടും പറയുകയാണ് എല്ലാവരും ഉള്ളവർക്ക് അതങ്ങോട്ട് മനസ്സിലാവില്ല, പക്ഷേ ഈ കുഞ്ഞാകെ വിഷമിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വാതിൽ തള്ളി പൊട്ടിച്ചിട്ടാണെങ്കിലും ഞാൻ എത്തിയിരിക്കും, എനിക്ക് വേറൊന്നും നോക്കാനില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ബ്രോ എത്തും എന്ന് തന്നെയുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് രോഹിത് പറയുന്നുണ്ട്. തുടർന്ന് ഫോൺ വയ്ക്കുകയാണ്. ഇതേസമയം ഭാമയാണെങ്കിൽ ആ താക്കോൽ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനാടിക്കൊണ്ടൊക്കെ നടന്നിട്ട് ആ ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് കമലൻ വരുന്നത്. കമലൻ വന്നിട്ട് സത്യമേ ആശാനില്ലേ, ഒരു കാര്യം ഉണ്ടായിരുന്നു പറയുമ്പോൾ അവരിവിടെ ഇല്ല, മാർക്കറ്റ് വരെ പോയിരിക്കുകയാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം മാർക്കറ്റിലോ, അതിപ്പോൾ പതിവില്ലാത്ത കാര്യമാണല്ലോ എന്നിങ്ങനെ കമലിനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മാർക്കറ്റിൽ എന്താ സത്യമേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാണ്, അവൻ വൈകിട്ടേ വരൂ, നീ വൈകിട്ട് ഫ്രീ ആവും, അപ്പോൾ നീ വന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ആശാനെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു, ആശാനെ കൊണ്ടേ പറ്റുള്ളൂ, അതിനാണ് വന്നത്. അന്നേരം അവൻ ഇവിടെ ഇല്ല, നിന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് സത്യഭാമയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ കോൾ എടുക്കുമ്പോൾ രാഘവൻ നായർ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. രാഘവൻ നായർ ഇങ്ങനെ കമലിനെ നോക്കിയിട്ട് മുകളിൽ നിന്നിങ്ങനെ മുഖം കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷേ ഈ കമലിന് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കമല ഇങ്ങനെ എന്താന്ന് കൈകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പൊട്ടന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ രാഘവൻ നായർ പറഞ്ഞ് വീണ്ടും മുകളിൽ നിന്നിങ്ങനെ കണ്ണുകൊണ്ടും മുഖം കൊണ്ടും ഒക്കെ കാണിക്കുകയാണ്. അന്നേരം ഭാമ ആ ഫോൺ വയ്ക്കുന്നുണ്ട്. ഭാമ ചോദിക്കുകയാണ് എന്താടാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല സത്യാമ്മ എന്ന് പറയുമ്പോൾ നീ പോയിട്ട് വൈകിട്ട് വാ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായരും ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഈ പിന്നെ എന്തോ സംഭവമുണ്ട് എന്നുള്ളത് കമലിനെ അവിടെ പിടികിട്ടുകയാണ്. കമലൻ പറയുകയാണ് എന്നാൽ ഞാൻ പോയിട്ട് വൈകിട്ട് വരാം എന്നിങ്ങനെ ഉറക്കനെ പറയുന്നുണ്ട്. സത്യഭാമയ്ക്ക് ചെവി പൊട്ടുന്ന പോലെ തോന്നുകയാണ്. അന്നേരം പൊയ്ക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പോട്ടെ, ഒന്നുകൂടെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഉറക്കനെ വിളിച്ച് കമലൻ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇത് കേൾക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഞാൻ പോയിട്ട് വരാം ഒന്നുകൂടി വീണ്ടും ഇങ്ങനെ ഉറക്കനെ പറയുമ്പോൾ നിന്നോട് പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് കമലിനാണെങ്കിൽ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് ഗേറ്റിനടുത്തെത്തുന്ന കമലിനാണെങ്കിൽ വണ്ടി നിർത്തുകയാണ്. അന്നേരം എന്തോ കുഴപ്പമുണ്ട്, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. രാഘവൻ സാറിൻ്റെ കഥകളിയും സത്യാമ്മയുടെ കീചകവധവും കാണുമ്പോൾ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്, ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെ പോകാമെന്നും പറഞ്ഞ് വണ്ടി നിർത്തി കമലിനവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു കമലിനെ ഫോൺ ചെയ്യുന്നത്. തുടർന്ന് ഫോൺ എടുത്തിട്ട് ആശാൻ ഇതിവിടെ മാർക്കറ്റിലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാർക്കറ്റിലോ, അല്ല മധുരക്കിഴങ്ങ് വാങ്ങിക്കാൻ പോയിന്ന് സത്യം പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം കിഴങ്ങ് ഞാൻ വല്ലതും വിളിച്ചു പറയുമെന്നും പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയാൻ വരുമ്പോൾ കമലിനിങ്ങനെ ചെവി പൊത്തുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് അമ്മ എന്നെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, സത്യമോളുടെ അച്ഛനായിട്ട് സ്കൂളിൽ ചെല്ലാമെന്ന് ഞാൻ പപ്പിമോൾക്ക് വാക്ക് കൊടുത്തതാണ്, അതിന് പോകാതിരിക്കാൻ വേണ്ടി അമ്മ എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ആ കുഞ്ഞിന് സങ്കടമാകും എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആശാനെ എന്ന് പറയുകയാണ്. തുടർന്ന് നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ, എന്നെ അവിടെ
അവിടെ എത്തിച്ചേ വെക്കൂ എന്ന് പറയുമ്പോൾ ഞാനെങ്ങനെ എന്ന് ചോദിക്കുകയാണ്. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം എന്തോന്ന് എന്നിങ്ങനെ വിഷ്ണു ചോദിച്ചിട്ട് ട്രൈ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് കമലിനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ അയ്യോ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ബൈക്ക് തള്ളി വെളിയിലേക്ക് കൊണ്ടുവന്ന് മതിലിൻ്റെ സൈഡിലേക്ക് ചാരി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മയുടെ അടുത്തേക്കാണ് ചെല്ലാൻ പോകുന്നത്. ഈശ്വര എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ഈ കമലിനകത്തേക്ക് വരുന്നുണ്ട്. ഈ ടൈമിൽ സത്യഭാമയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം ആ റെസിപ്റ്റ് പൈസ ഞാൻ അടച്ചതാണ്, റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ഭാമ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങ് റൂമിനകത്തേക്ക് പോവുകയാണ്. ഈ സമയത്താണ് കമലിനകത്തേക്ക് കയറി വരുന്നത്. അന്നേരം ഇങ്ങോട്ട് വാടാ നീ രാഘവൻ നേരെ പെട്ടെന്ന് വിളിക്കുകയാണ്. അന്നേരം എന്തോ താക്കോൽ അവിടെ ഇരിക്കുന്നു, വിഷ്ണുവിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, നീ പെട്ടെന്ന് ചെന്നവനെ തുറന്നു വിട് എന്ന് പറയുകയാണ്. തുടർന്ന് താക്കോലും എടുത്തുകൊണ്ട് കമലും പോകുന്നുണ്ട്. അന്നേരം പൊട്ടൻ എന്തൊക്കെ ചെയ്യും എന്തോന്നൊക്കെ രാഘവൻ നേരെ പറയുകയാണ്. തുടർന്ന് പിന്നെ കമലിനെ അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ പൊന്നു ഓടിക്കൊണ്ട് വരികയാണ്. ദേ വിഷ്ണുക്ക് ഞാൻ മുറിയിലാണ് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ചാവി കിട്ടിയിട്ടുണ്ട്, സത്യഭാമ വരുന്നോന്ന് നോക്കിയോളണേന്ന് പൊന്നിയോട് പറയുമ്പോൾ പൊന്നു മോളിൽ നിന്ന് സത്യഭാമ വരുന്നുണ്ടോ എന്ന് നോക്കിയാണ്. തുടർന്ന് ഇങ്ങനെ ലോക്ക് തുറന്ന് വിഷ്ണു ഇനി ഓടി വെളിയിലേക്ക് വരികയാണ്. വിഷ്ണു പറയുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വരാം, അതുവരെ നീ മുറിക്കാതിരിക്കണം, കട്ടിൽ മൂടി പൊതിച്ച് കിടന്നോളണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമലിനെ ആകെ അങ്ങ് പേടിയാവുന്നുണ്ട്. കമലൻ വിഷ്ണുവിനെ പിടിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, അയ്യോ അത് പറ്റില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് 2 പേരെ കാണാനുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. അടിച്ച് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് സംയോനം വലിക്കുകയാണ്. കമലിൻ്റെ കവിളിലൊക്കെ തലോടിയിട്ട് പറയുകയാണ്, എൻ്റെ മോനെ നീ ഇവിടെ തന്നെ നിന്നോളണം കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് ഇനി വരും, നമുക്ക് 2 പേർക്കും കൂടി 2 അല്ല 4 പേരെ പോയി കാണാമെന്ന് പറഞ്ഞ് കമലിനെ അങ്ങ് ആശ്വസിപ്പിക്കുകയും ചെയ്യണം. അതൊരു കോമഡി സീൻ പോലെയാണ്. അവരങ്ങോട്ട് ഓടുന്നതും ഇങ്ങോട്ട് ഓടുന്നതും സത്യഭാമ വരുന്നതും നോക്കുന്നതും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളം തന്നെയാണ്. പൊന്നിയും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് ആശാനെ എന്നെ തീക്കുണ്ടത്തിലാണ് നിർത്തിയിട്ട് പോകുന്നത്, സത്യം അറിഞ്ഞാലെങ്ങാനും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ലടാ, പൂട്ടിയിട്ടിരിക്കുകയല്ലേ, അകത്തുനിന്ന് വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് നിന്നെ ആര് ശല്യം ചെയ്യാനായിട്ട് വരില്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരും, പിന്നെ ജനലിൻ്റെ സൈഡിലേക്കും പോവില്ല, അമ്മ ഒന്ന് നോക്കാൻ സാധ്യതയുണ്ട്, കട്ടിൽ തന്നെ കിടന്നോളണം എന്ന് പറഞ്ഞ് നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കവിളിലൊക്കെ തലയിലൊക്കെ തലയോടിയിട്ട് പെട്ടെന്ന് കയറെന്നും പറഞ്ഞിട്ട് ആശാനെ പെട്ടെന്ന് വരണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എത്തും, പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കമലിനെ വാതിലിനകത്തേക്ക് തള്ളിയിട്ട് വിഷ്ണു പൂട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പെട്ടെന്ന് ഓടി ഫോൺ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം കമലിനാണെങ്കിൽ ആകെ പേടിച്ചാണ് ഈ മുറിക്കകത്ത് നിൽക്കുന്നത്. സത്യാമ്മ എങ്ങാനും അറിഞ്ഞാൽ എൻ്റെ ശവം അടക്കം നടത്തും എന്നൊക്കെ ഇങ്ങനെ കമലൻ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് വിഷ്ണു താഴേക്ക് വരുന്നുണ്ട്. താക്കോൽ അവിടെ വെയെന്ന് പറയുമ്പോൾ ടീപ്പോയുടെ ഒരു സൈഡിലേക്ക് വിഷ്ണു താക്കോൽ വയ്ക്കുന്നുണ്ട്. അന്നേരം അവിടെ അല്ലടാ അപ്പുറത്തെ സൈഡിലെന്ന് പറയുമ്പോൾ ആ ബുദ്ധൻ്റെ പ്രതിമയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് സത്യഭാമ നേരത്തെ വച്ചിരുന്നത് പോലെ തന്നെ വിഷ്ണു താക്കോൽ വയ്ക്കുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് വയ്ക്കുമെന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ഓടി ഇറങ്ങി അതൊക്കെ സ്പീഡിലാണ് കാണിക്കുന്നത്. എന്നിട്ട് വണ്ടി എടുത്ത് ബുള്ളറ്റ് എടുത്ത് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആശാൻ വേഗം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചൊക്കെ ആകെ ടെൻഷനിൽ കമലിന് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മുറിക്കകത്ത്. അതേസമയം ഭാമ ഫോണൊക്കെ വിളിച്ചിട്ട് തിരികെ വന്നിരിക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ഭാമയെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ രാഘവൻ നായർ നോക്കിയിട്ട് പെട്ടെന്ന് താക്കോൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ടീപ്പോയിൽ കിടക്കുന്ന താക്കോൽ കാണുന്നുണ്ട്. പെട്ടെന്ന് ഭാമ അതങ്ങ് എടുക്കുന്നുണ്ട്. എടുത്ത് കയ്യിൽ ഇങ്ങനെ പൊക്കുകയും താക്കിയൊക്കെ അമ്മാനെ ആടുന്നുണ്ട്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് പതിയെ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. അന്നേരം പോയ ശേഷം രാഘവൻ നായർ ഗൗരവഭാവമൊക്കെ വിട്ടിട്ട് അങ്ങ് ചിരിച്ച് അവിടെ ഇരിക്കുകയാണ്. വിഷ്ണു പോയല്ലോ, അപ്പോൾ പിന്നെ ഭാമ അവിടെ വണ്ടിയായി എന്നുള്ളത് രാഘവൻ നായർ ചിരി അടക്കാൻ പാടുപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. ഓരോരോ ഗ്രൗണ്ടിൽ ഓരോരോ മത്സരങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ആ സ്റ്റേജും അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട്, അവിടെയാണെങ്കിൽ പ്രിൻസിപ്പൾ കുറേ ട്രോഫിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ടീച്ചർമാരും PT സാറും ഒക്കെ ഉണ്ട്. അന്നേരം ഈ സാറിനോട് പ്രിൻസിപ്പൾ തിരക്കുന്നുണ്ട്, ആ ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഓരോ ഐറ്റംസൊക്കെ ഈ PT സാർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. ഇവിടെ നടത്തേണ്ട മത്സരം അങ്ങോട്ട് നടത്താമെന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ രക്ഷിതാക്കളും കുട്ടികളും കൂടിയുള്ള ഓട്ട മത്സരമാണ്, കുട്ടികളെ എടുത്തുകൊണ്ടാണ് ഓട്ട മത്സരം നടത്തേണ്ടത്, അത് വേണോ എന്നൊക്കെ ഈ PT സാർ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യാനാണ്, ആ സദാശിവൻ സാറിൻ്റെ ഒരൊറ്റ നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ കാലത്ത് അങ്ങനെയൊന്നും രക്ഷിതാക്കൾ തയ്യാറാകില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഓടേണ്ടതെന്ന് പറയുമ്പോൾ കുറേയൊക്കെ രക്ഷിതാക്കൾ പിന്മാറിയെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും നോക്കണ്ട, നമുക്കിപ്പോൾ ഉള്ളവരെ വെച്ച് മത്സരം നടത്താമെന്ന് പറയുകയാണ്. തുടർന്ന് പേര് അനൗൺസ് ചെയ്യാനായിട്ട് ഈ PT സാറിനോട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരെയും പേര് വിളിക്കുന്നുണ്ട്. പത്മിനി, സത്യ, രമേശ്, ദേവൻ, ആരാധ്യ എന്ന് പറഞ്ഞ് കുറേ കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും ആ പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. അന്നേരം ഈ രമേശ് ഷൂ എന്നും പറഞ്ഞിട്ട് സത്യ വിളിക്കുകയാണ്. അന്നേരം ഇത് ഫാദേഴ്സ് ഡേ ആണ്, അച്ഛന്മാരും തമ്മിൽ പങ്കെടുക്കുന്ന മത്സരമാണ്, മദേഴ്സ് ഡേ അല്ല, അമ്മമാർ പങ്കെടുക്കുന്നതല്ല എന്നും പറഞ്ഞ് സത്യ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പപ്പിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ നിൻ്റെ പണി നോക്കടാ, പപ്പി സത്യ അന്ന് ശ്രദ്ധിക്കേണ്ട എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ വന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ ഈ രമേശ് എന്ന് പറയുന്നുണ്ട്.
ഇതിനിടയ്ക്കൊക്കെ ശാലിനി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്. ശാലിനി എന്തോ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് ശാലിനി താമസിച്ചാണ് വരുന്നത്. അന്നേരം പെട്ടെന്ന് സ്പീഡിന് വണ്ടി ഓടിക്കാനൊക്കെ രാമേട്ടനോട് പറയുന്നുണ്ട്. തുടർന്ന് മത്സരത്തെക്കുറിച്ചൊക്കെ PT സാർ പറയുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ മത്സരമുണ്ട്. അച്ഛന്മാരാണെങ്കിൽ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടിയെത്തേണ്ടതാണ്. അതുകൊണ്ട് പലരും ഇതിൽ നിന്ന് പിന്മാറി. പക്ഷേ ഈ 5 കുട്ടികൾ മാത്രമാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് വീണ്ടും പേരൊന്നുകൂടി പറയുന്നുണ്ട്. പത്മിനി, ആരാധ്യ, സത്യ, രമേശ്, ദേവൻ എന്നിങ്ങനെ ഈ 5 പേരുടെ പേരിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. തുടർന്ന് അച്ഛന്മാരെ അങ്ങോട്ട് ആ പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. തുടർന്ന് ആദ്യം രമേശിൻ്റെ അച്ഛനെയാണ് വിളിക്കുന്നത്. അന്നേരം എൻ്റെ അച്ഛൻ വന്നു, നിൻ്റെ അച്ഛൻ വന്നില്ലല്ലോ എന്നിങ്ങനെ സത്യയെ നോക്കി വീണ്ടും രമേശ് കളിക്കുകയാണ്. തുടർന്ന് ബാക്കി എല്ലാ കുട്ടികളെയും അച്ഛന്മാരെ വിളിക്കുന്നുണ്ട്. പത്മിനിയുടെ അച്ഛൻ രോഹിത് എന്ന് വിളിക്കുമ്പോൾ രോഹിത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവസാനം സത്യയുടെ മാത്രം വന്നില്ല. അന്നേരം ലാസ്റ്റാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം എല്ലാവരെയും പറഞ്ഞ് അച്ഛൻ്റെ പേര് അച്ഛൻ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഇനി നമുക്ക് സത്യയുടെ ഗാർഡിയനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ സത്യയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അന്നേരം രമേശ് ഇങ്ങനെ നോക്കുന്നുണ്ട്, വായം തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ഹായ് ബിഗ് ഫ്രണ്ട് എന്നിങ്ങനെ സത്യ പറയുകയാണ്. തുടർന്ന് വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പപ്പിയെ നോക്കുന്നുണ്ട്. അന്നേരം ബിഗ് ഫ്രണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ സത്യ നോക്കി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. അന്നേരം ബ്രോ എന്നിങ്ങനെ രോഹിത്ത് വിളിക്കുമ്പോൾ രോഹിത്തിനെ നോക്കി ഇങ്ങനെ കണ്ണടച്ച് വിഷ്ണു കാണിക്കുന്നുണ്ട്. ആ വന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ തന്നെ അന്ന് നിൽക്കുകയാണ്. മുണ്ടൊക്കെ മടക്കി കുത്തി എല്ലാവരും റെഡിയായിട്ട് ഓടാനായിട്ട് ഈ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ പത്മിനിയാണെങ്കിൽ ഇങ്ങനെ ജയിക്കും എന്നുള്ളതിനെ തംസപ്പ് കാണിക്കുന്നുണ്ട് വിഷ്ണുവിന് നേരെ. അങ്ങനെ വിഷ്ണുവും തിരിച്ച് അതേപോലെ കാണിക്കുകയാണ്. തുടർന്ന് ആ ഗ്രൗണ്ടിൽ മത്സരത്തിനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് പക്ഷേ ശാലിനി ഏതോ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ സത്യ എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ തിരിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പേ രോഹിത്തിന് കാലുമടങ്ങി എന്തോ ചെയ്യും. അങ്ങനെ പിന്നെ പപ്പിയെയും പപ്പിയെയും സത്യയെയും 2 കൈകളിലായിട്ട് എടുത്തുകൊണ്ട് വിഷ്ണു ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു സീൻ കണ്ടുകൊണ്ടാണ് ശാലിനി വരുന്നതൊക്കെ. അതൊക്കെ നല്ല എപ്പിസോഡുകളാണ്, അതൊക്കെ കാണാം. പിന്നീട് സത്യഭാമ അറിയുകയൊക്കെ ചെയ്യും. പിന്നെ അതിനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.